മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാജസ്ഥാനിലൊക്കെ ഞാനൊക്കെ അവിടെ നിന്നാണ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാട്ടിൽ ഒരു 7 മണിയാകുമ്പോൾ ആ കാട്ടിലങ്ങ് പോകും. 10-50 സ്വയം സേവകന്മാർ പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിൻ്റെയും പ്രതിമ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ മരത്തിൻ്റെ താഴെ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ കണ്ണ് കെട്ടും. എന്നിട്ട് ദണ്ഡയുടെ നീളമുള്ള വാള് നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് ആ വാള് കൊണ്ട് മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിൻ്റെയും കഴുത്തിങ്ങനെ അടയാളപ്പെടുത്തി തരും. ഇങ്ങനെ വാള് കൊണ്ട് ഇങ്ങനെ ആ ലെങ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തും. എന്നിട്ട് നമ്മുടെ ആ കണ്ണ് കെട്ടിയിട്ടല്ലേ ഉണ്ടാവുക. എന്നിട്ട് ഒരു തിരിതിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിൻ്റെയും കഴുത്തറക്കണം. അങ്ങനെ അറുത്താൽ ഡോക്ടർ കേശവ ബൽറാം ഖഡ്ഗേവാറിന്റെ വെങ്കല പ്രതിമ സമ്മാനമായി കിട്ടും. 5 വയസ്സ് മുതലേ തുടങ്ങിയതാണ് എൻ്റെ RSSന്റെ ജീവിതം. 6ാം ക്ലാസ് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നപ്പോൾ RSSന്റെ 1ാമത്തെ ട്രെയിനിങ് കഴിഞ്ഞു. 1ാമത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ 6ാം ക്ലാസ്സിൽ മറ്റൊരു സ്കൂളിൽ ചേരുന്നത്. ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ ചേർന്നപ്പോൾ ആ ക്ലാസ്സിൽ ഒരു വെള്ള തൊപ്പി വെച്ച ഒരു കുട്ടി. ഇവനെ കണ്ടപ്പോൾ തന്നെ ശാഖയിൽ നിന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും ഓർമ്മ വന്നു. കാരണം എന്താ? ഇവരെന്താ പാകിസ്ഥാൻ ചാരന്മാരാണ്. അവസാനം ഞാൻ ശാഖയിൽ പോയി അന്നത്തെ മുഖ്യ ശിക്ഷകൻ ജയേട്ടനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്, ഫൈസൽ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജയേട്ടൻ ഇപ്പം ജയിലിലാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ജയിലിൽ പോയതൊന്നുമല്ല, 2 സഹാക്കളൊക്കെ വന്നതിൽ ജയിലിൽ പോയത്. ജയേട്ടൻ പറഞ്ഞു, നീ എന്തിനാ യുദ്ധ പഠിച്ചത്? നീ എന്തിനാ ചുരിക പഠിച്ചത്? നീ എന്തിനാ വാൾ ഉപയോഗിക്കാൻ പഠിച്ചത്? നീ എന്തിനാ ദണ്ഡ് ഉപയോഗിക്കാൻ പഠിച്ചത്? പ്രയോഗിച്ചോളൂ, സംഘം നിന്റെ കൂടെ ഉണ്ട്. വീട്ടിൽ പോയപ്പോ ഇതിനേക്കാൾ വലിയ സംഖ്യ വല്യച്ഛൻ പറഞ്ഞു, ഒന്നിക്കിൽ നീ കോമ്പസ് കൊണ്ട് കുത്തുക, അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് മുഖത്തടിക്കുക. എൻ്റെ ബാഗിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് ഫൈസലിനെ ഒരു മുഖത്തൊരൊറ്റ അടിയം കടിച്ചു. 2 പല്ല് പുറത്തേക്ക് പോയി. 2 ദിവസം സസ്പെൻഷൻ. ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയി. ഇന്നും ഫൈസലുണ്ട്. ഇന്ന് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താ ഫൈസൽ. ലോക ജനങ്ങളുടെ ജനജീവിതത്തെ സ്തംഭിപ്പിച്ച കൊറോണ വൈറസിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്നാൽ ഇനി നമ്മളെ ബാധിക്കാൻ പോകുന്ന മറ്റൊരു വൈറസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് RSS? എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ് അവർ ഇന്ത്യയിൽ ചെയ്യുന്നത്? എല്ലാവരും മനസ്സറിഞ്ഞ് കേട്ടിരിക്കണം മുൻ RSS പ്രചാരകനായിരുന്ന സുധീഷ് മിനിയുടെ ഈ വാക്കുകൾ. കൊച്ചു കുട്ടികളെ വരെ ശാഖയിൽ പറഞ്ഞുവിടുന്ന മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം, ഈ കുട്ടികൾ ഈ രീതിയിലാണ് വളർന്നു വരുന്നതെങ്കിൽ അത് നാടിന് തന്നെ ആപത്താണെന്ന്. ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ശാഖയിൽ നടക്കുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. എന്താണ് RSS? നേരത്തെ പറഞ്ഞല്ലോ, 25 വർഷക്കാലം. 5 വയസ്സ് മുതലേ തുടങ്ങിയതാണ് എൻ്റെ RSSന്റെ ജീവിതം. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കരുതൂ ഈ ആസാദി നൈറ്റ് കൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷയും ഒക്കെ നന്നാവും. അവർക്കൊക്കെ മതനിരപേക്ഷത ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് വെറുമൊരു കരുതൽ മാത്രമാണ്. ഈ ഒരു ആസാദി നൈറ്റ് കൊണ്ടൊന്നും നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മനസ്സ് മാറില്ല. 5 വയസ്സ് മുതലേ ഞാൻ കണ്ട കൊടി എന്ന് പറയുന്നത് കാവി കൊടിയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. 6ാം ക്ലാസ് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നപ്പോൾ RSSന്റെ 1ാമത്തെ ട്രെയിനിങ് കഴിഞ്ഞു. 1ാമത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ 6ാം ക്ലാസ്സിൽ മറ്റൊരു സ്കൂളിൽ ചേരുന്നത്. ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ ചേർന്നപ്പോൾ ആ ക്ലാസ്സിൽ ഒരു വെള്ള തൊപ്പി വെച്ച ഒരു കുട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ളത്തൊപ്പി വെച്ച കുട്ടിയെ കാണുന്നത്. കാരണം 5ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഇല്ല, അതെൻ്റെ നാട്ടിലാണ്. ഇവനെ കണ്ടപ്പോൾ തന്നെ ശാഖയിൽ നിന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും ഓർമ്മ വന്നു. കാരണം എന്താ? ഇവരെന്താ പാകിസ്ഥാൻ ചാരന്മാരാണ്. എൻ്റെ അടിമുടി ഇവനോടുള്ള ദേഷ്യമാണ്. ഇവൻ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. ഞാൻ മാറി ഇരുന്നു, ഇവൻ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. ഇവനെ കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ഭാവം പിടിക്കുന്നില്ല. കാരണം ഇതാണ് ശാഖയിൽ പഠിപ്പിച്ചത്. അവസാനം ഞാൻ ശാഖയിൽ പോയി അന്നത്തെ മുഖ്യ ശിക്ഷകൻ ജയേട്ടനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്, ഫൈസൽ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
ചേട്ടൻ ഇപ്പം ജയിലിലാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ജയിലിൽ പോയതൊന്നല്ല, 2 സഹാക്കളെ കൊന്നതിൽ ജയിലിൽ പോയത്. ചേട്ടൻ പറഞ്ഞു, നീ എന്തിനാ യുദ്ധം പഠിച്ചത്, നീ എന്തിനാ ചുരിക പഠിച്ചത്, നീ എന്തിനാ വാൾ ഉപയോഗിക്കാൻ പഠിച്ചത്, നീ എന്തിനാ ദണ്ഡ് ഉപയോഗിക്കാൻ പഠിച്ചത്? പ്രയോഗിച്ചോളൂ, സംഘം നിന്റെ കൂടെ ഉണ്ട്. വീട്ടിൽ പോയപ്പോ ഇതിനേക്കാൾ വലിയ സംഖ്യ വല്യച്ഛൻ പറഞ്ഞു, ഒന്നിക്കിൽ നീ കോമ്പസ് കൊണ്ട് കുത്തുക, അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് മുഖത്തടിക്കുക. ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയി. ഇന്നും ഫൈസലുണ്ട്. ഇന്ന് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ഫൈസൽ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല. എൻ്റെ ബാഗിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് ഫൈസലിനെ ഒരു മുഖത്തൊരൊറ്റ അടിയം കടിച്ചു. 2 പല്ല് പുറത്തേക്ക് പോയി. 2 ദിവസം സസ്പെൻഷൻ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്വയം സേവകനായ ദൈനംദിന ശാഖയിൽ പങ്കെടുക്കുന്ന എനിക്ക് ഫൈസൽ എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയോട്, ഒരു ഇസ്ലാം നാമധാരിയോട് തോന്നിയ വികാരം ഇതാണെങ്കിൽ 65 വയസ്സായ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും തോന്നുന്ന വികാരം എന്തായിരിക്കുമെന്ന് കാണാൻ നമ്മൾ ആരെങ്കിലും കോളേജിൽ പഠിക്കണോ? ചിന്തിക്കണം. എങ്ങനെയാ ഒരു സ്വയം സേവകന്റെ ദിവസം ആരംഭിക്കുന്നത്? എങ്ങനെയാ? ഞാനും ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രചാരകൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ജന്മഭൂമിയുടെ ദീർഘകാലം സബ് എഡിറ്റർ ആയിരുന്നു സുബഹ്. അദ്ദേഹം 15 വർഷം RSSന്റെ പ്രചാരകനായിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷയും രാഷ്ട്രപതിയും കോവിന്ദും എല്ലാം എല്ലാ ദിവസവും ആരംഭിക്കുന്നത് എങ്ങനെയാ? നമ്മളൊക്കെ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ എന്ന RSS സ്ഥാപകന്റെയും ഭാരതാംബയുടെയും ഗുരുജി ഗോൾവൽക്കറുടെയും ഫോട്ടോന്റെ മുന്നിൽ ഒരു ചെറിയൊരു ദീപം കൊളുത്തും. എല്ലാ ദിവസവും നരേന്ദ്രമോദി ഇത് ചെയ്യാറുണ്ട്. ഒരു ചെറിയൊരു ദീപം കൊളുത്തി രാവിലെ 5 മണിക്ക് പത്മാസനത്തിൽ ഇരുന്നു എല്ലാ സ്വയം സേവകനും ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നീലാബ്ദി ബീജി പരിസേവിത പുണ്യഭൂമി ശൈലാദിരാജ പരിശോഭിത ദേവഭൂമി, ഈ ഹിന്ദുഭൂമി ഭുവനത്രയ പൂജയായി തീരാൻ ജപിക്ക പരിപാവന സംഘമന്ത്രം. എന്താ ഇതിന്റെ അർത്ഥം? ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുവാൻ നിങ്ങൾ ശാഖയിലേക്ക് വരിക. എന്താണ് ഹിന്ദുരാഷ്ട്രം? RSSന്റെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ഹിന്ദുരാഷ്ട്രമാണോ? അല്ല. RSSന്റെ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ മാധവ സദാശിവ ഗോൾവൽക്കർ എന്ന് പറയുന്ന 2ാമത്തെ സർസംഘചാലക എഴുതിയ വിചാരധാരയിൽ പറയുന്നു, ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാകുവാൻ 3 ശത്രുക്കളെ ഈ രാജ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. അതിൽ 1ാമത്തെ ശത്രു മുസ്ലിം, 2ാമത്തെ ശത്രു ക്രിസ്ത്യൻ, 3ാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റ്. ഇതാണ് ഹിന്ദുരാഷ്ട്രം. ആ ഹിന്ദുരാഷ്ട്രമാകുവാൻ നിങ്ങൾ എന്ത് വേണം? ശാഖയിലേക്ക് വരണം. ഇനി അടുത്ത വരി എന്താ? ഭക്ത്യാദരേണ ഭഗവത്കൊടി സാക്ഷിയാക്കി ശീലിക്കുമെന്നു പരമേറ്റ മഹാവ്രതത്തെ ആത്യന്തിക പ്രിയമോടും പരിരക്ഷ ചെയ്യാൻ നിത്യം ജപിക്ക പരിപാവന സംഘമന്ത്രം. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ ദേശീയ പതാകന്റെ കളർ എന്താ? കാവിയുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട് അല്ലേ? ഇതിൽ പച്ചയും വെള്ളയും ഇവർക്ക് തീരെ പിടിക്കുന്നില്ല. എന്ത് വേണം? ആ ദേശീയ പതാക എന്താക്കണം? കാവി പതാകയാക്കണം. അങ്ങനെ ഇന്ത്യയുടെ ദേശീയ പതാക കാവി പതാകയാക്കാൻ, കാവി ധ്വജമാക്കാൻ നിങ്ങൾ ശാഖയിലേക്ക് വരിക എന്നാണ് 2ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇങ്ങനെ ദൈനംദിനമായി എല്ലാ ദിവസവും നിത്യേന ചൊല്ലുന്ന നരേന്ദ്രമോദിക്ക് മതനിരപേക്ഷതയുണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എന്താ RSSന്റെ പ്രാർത്ഥന? എന്താ? ഏതൊരു സ്വയം സേവകനും തന്റെ ഹൃദയത്തോട് വലത് കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമസ്തേ സദാവത്സലേ മാതൃഭൂമേ, നമസ്തേ അങ്ങയെ നമിക്കുന്നു, സദാ എല്ലായ്പ്പോഴും, വത്സലേ വാത്സല്യം നിറഞ്ഞവളായ മാതൃഭൂമേ
ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം. ഹേ ഹിന്ദുഭൂമേ. എങ്ങനെയുള്ള ഹിന്ദുഭൂമിയാ? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെ. ഹേ ഹിന്ദുഭൂമേ, അങ്ങനെ സസുഖം വളർത്തുന്നു. മഹാമംഗലേ പുണ്യഭൂമേ തൊതർത്തേ. മഹാമംഗലയായ പുണ്യഭൂമേ തൊതർത്തേ, ഞാൻ സമർപ്പിക്കുന്നു. പദത്വേഷഖായോ നമസ്തേ നമസ്തേ. ഞാൻ ഈ ഹിന്ദുരാഷ്ട്രമുണ്ടാക്കുവാൻ വേണ്ടി എൻ്റെ ശരീരവും മനസ്സും സമർപ്പിക്കുന്നു. ഇതാര് സമർപ്പിച്ചു കഴിഞ്ഞു? മോദിയും അമിത്ഷായും ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. എന്താ വേണ്ടത്? എന്താണ് ഈശ്വരനോടുള്ള പ്രാർത്ഥന? എന്താ? പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂത. ഈശ്വര, ശക്തിമത്തായ ഒരു ഹിന്ദുരാഷ്ട്രത്തെ സൃഷ്ടിക്കുവാൻ. എങ്ങനെയുള്ള ഹിന്ദുരാഷ്ട്രം? മുസ്ലിങ്ങളില്ലാതെ, ക്രിസ്ത്യാനികളില്ലാതെ, കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഒരു ഹിന്ദുരാഷ്ട്രത്തെ സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് 2 വരങ്ങൾ നൽകണം. എന്താ വരം? അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. അജയ്യമായ ശക്തി. സുശീലം ജഗധ്യേനം ഭവേ. കുറുക്കന്റെ കൗശലം ഇവ നൽകി അനുഗ്രഹിച്ചാലും എന്നാണ് RSSന്റെ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതാണ്. ഇനി ഈ പാട്ട് മാത്രമാണോ? കളിയലുണ്ട്. ശാഖ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ 5 വയസ്സ് മുതൽ പോകാൻ തുടങ്ങിയതാ. ശാഖയിൽ പല കളികളുണ്ട്. അതിലൊരു കളി ഞാൻ പറയും, കബഡി. നമ്മളെങ്ങനെയാ കബഡി കളിക്കുക? കബഡി എന്നല്ലേ പറയാ? എന്നാൽ RSSന്റെ കബഡി എന്ന് പറഞ്ഞാൽ നടുക്കൊരു വര വരക്കും. ഇപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ഹിന്ദുസ്ഥാൻ. എന്നിട്ട് എങ്ങനെയാ? കബഡി എന്നാണോ പറയാ? അല്ല, മേ ഹിന്ദ് മേ ഹിന്ദ് മേ ഹിന്ദ്. അങ്ങനെ പറഞ്ഞ എന്താ? ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ്. എന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകും. പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാൻകാരനെ ഇങ്ങനെ തൊട്ടാൽ പാകിസ്ഥാൻകാരൻ മരിച്ചു. ഇനി തൊടാതെ വന്നാലോ പോയവൻ മരിച്ചു. അതിന്റെ പേരാണ് വീരമൃത്യു. ഇതാ ശാഖയിലെ കളി. എങ്ങനെയുണ്ട്? ഈ കളി കളിച്ച നരേന്ദ്രമോദി പിന്നെ എന്താ ചെയ്യേ? ഇനി ചില വിശേഷാൽ വർഗുകളുണ്ട്. ഞാനൊക്കെ അത് കഴിഞ്ഞതാ, സുബഹൊക്കെ അത് കഴിഞ്ഞതാ. ആ വിശേഷാൽ വർഗിന്റെ പ്രത്യേകത എന്താ? രാജസ്ഥാനിലൊക്കെ ഞാനൊക്കെ അവിടുന്ന് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാട്ടില് ഒരു 7 മണിയാകുമ്പോൾ ആ കാട്ടിലങ്ങ് പോകും. 10-50 സ്വയം സേവകന്മാർ. പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിന്റെയും പ്രതിമ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ മരത്തിന്റെ താഴെ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെ കണ്ണ് കെട്ടും. എന്നിട്ട് ദണ്ഡയുടെ നീളമുള്ള വാള് നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് ആ വാള് കൊണ്ട് മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിന്റെയും കഴുത്തിങ്ങനെ അടയാളപ്പെടുത്തി തരും. ഇങ്ങനെ വാള് കൊണ്ട് ഇങ്ങനെ ആ ലെങ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തും. എന്നിട്ട് നമ്മുടെ ആ കണ്ണ് കെട്ടിയിട്ടല്ലേ ഉണ്ടാകുക. എന്നിട്ട് ഒരു തിരിതിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മുഹമ്മദ് നബിയുടെയും യേശു ക്രിസ്തുവിന്റെയും കഴുത്തറക്കണം. അങ്ങനെ അറുത്താൽ ഡോക്ടർ കേശവ ബൽറാം ഖഡ്ഗേവാറിന്റെ വെങ്കല പ്രതിമ സമ്മാനമായി കിട്ടും. എൻ്റെ വീട്ടിൽ ഈ പ്രതിമ 5 എണ്ണം ഉണ്ട്. സുബഹിന്റെ വീട്ടിലുണ്ട്. നരേന്ദ്രമോദിക്ക് പിന്നെ വീടില്ലാതുകൊണ്ട് പറയാൻ പറ്റുന്ന. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.